സംസ്ഥാനത്തെ ബിജെപിയിൽ ഭിന്നത രൂക്ഷമാവുന്നു. ജനറൽ സെക്രട്ടറി ഉമാകാന്തിന് പകരം പി മുകുന്ദനെ കൊണ്ടുവരണമെന്ന ആവശ്യവുമായി കൃഷ്ണദാസ് പക്ഷം രംഗത്തെത്തി. രാമൻ പിള്ളയും പി മുകുന്ദനും തിരികെ വന്നാൽ പാർട്ടി ശക്തിപ്പെടുമെന്ന് ശോഭാ സുരേന്ദ്രനും ബിജെപിയിലെ ആശയഭിന്നത തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് പി മുകുന്ദനും പറഞ്ഞു. മിസ്ഡ് കോളിലൂടെ ബി.ജെ.പി. മുൻ നേതാക്കളായ പി മുകുന്ദനും കെ രാമൻപിള്ളയ്ക്കും പാർട്ടി അംഗത്വമെടുക്കാമെന്ന സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരന്റെ പ്രസ്താവനയാണ് പൊട്ടിത്തെറിക്ക് വഴിതെളിച്ചത്. പാർട്ടി വിട്ട നേതാക്കളെ മടക്കിക്കൊണ്ടുവരണമെന്നാണ് മുൻ അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയുടെയും ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രന്റെയും നിലപാട്. സംഘടനാ ജനറൽ സെക്രട്ടറി ഉമാകാന്തിനെ മാറ്റി പി മുകുന്ദനെ കൊണ്ടുവരണമെന്ന അഭിപ്രായമാണ് കൃഷ്ണദാസ് പക്ഷവും മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ ഇവരുടെ നീക്കങ്ങളെ ശക്തമായി എതിർക്കുകയാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് പി മുകുന്ദൻ പീപ്പിളിനോട് പറഞ്ഞു. പാർട്ടിയിലേക്ക് മടങ്ങുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ വ്യക്തമാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഭിന്നതയല്ല, ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആശയക്കുഴപ്പമാണ്. അത് പരിഹരിക്കാനുള്ള നേതൃത്വം ബി.ജെ.പിക്ക് ഉണ്ടല്ലോ, പരിഹരിക്കും. അതുകൊണ്ട് അതിന്റെ ദോഷം പ്രസ്ഥാനത്തിലുണ്ടാവും. അതേസമയം വി മുരളീധരനെ രൂക്ഷമായ ഭാഷയിലാണ് കെ രാമൻപിള്ള വിമർശിച്ചത്. മുരളീധരന് രാഷ്ട്രീയ പക്വത ഇല്ലെന്നും മുകളിൽ നിന്ന് കെട്ടിയിറക്കിയതാണെന്നും അദ്ദേഹം ആരോപിച്ചു. അദ്ദേഹത്തിന് ഒന്നാമത് രാഷ്ട്രീയ പ്രവർത്തന പരിചയമില്ല, ബി.ജെ.പിയിലും പരിചയമില്ല, ബി.ജെ.പിയെ പറ്റിയും അറിയില്ല. അദ്ദേഹം ഒരു പ്രഭാതത്തിൽ അങ്ങനെ അതിൻ്റെ പ്രസിഡന്റായി വന്നേ ഉള്ളൂ. ഈ മനുഷ്യൻ വന്നതോടുകൂടി എല്ലാം തീർന്നു. അതേസമയം തെരഞ്ഞെടുപ്പിന് 10 ദിവസം മുൻപ് പി മുകുന്ദനും കെ രാമൻപിള്ളയും ഉൾപ്പെടെയുള്ളവർ ബി.ജെ.പിയിലേക്ക് വന്നാൽ പാർട്ടിക്ക് ഗുണമുണ്ടാകുമെന്ന് താൻ കരുതുന്നില്ലെന്ന് വി മുരളീധരൻ തിരിച്ചടിച്ചു. രാമൻപിള്ള സാറിന് ഈ പുതിയ സാഹചര്യങ്ങളും മനസ്സിലായിട്ട് അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ അദ്ദേഹം വിചാരിക്കുന്ന വെച്ചാൽ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രമുള്ള ഒരു സംവിധാനമാണ് ഇരുന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ 10 ദിവസത്തിനുള്ളിൽ അവർ വന്നിട്ട് ഉടനെ കേരളത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. SNDPയെ കൂട്ടുപിടിച്ച് അക്കൗണ്ട് തുറക്കാമെന്നത് ബി.ജെ.പിയുടെ വ്യാമോഹമെന്ന് പിണറായി വിജയൻ. സംസ്ഥാനത്ത് SNDPയെ വർഗീയതയുടെ തൊഴുത്തിൽ കെട്ടാനുള്ള ശ്രമം പരാജയപ്പെടുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ളയും വ്യക്തമാക്കി. കൊള്ളപ്പലിശക്കാരൻ ഷൈലോക്ക് വെള്ളാപ്പള്ളിയെ കണ്ടാൽ തൊഴുമെന്ന് VS അച്യുതാനന്ദനും പറഞ്ഞു. വെള്ളാപ്പള്ളി ബി.ജെ.പി കൂട്ടുകെട്ടിനെതിരെ നിശിത വിമർശനമാണ് LDF നേതാക്കൾ ഉന്നയിച്ചത്. SNDPയെ കൂട്ടുപിടിച്ച് അക്കൗണ്ട് തുറക്കാമെന്നത് ബി.ജെ.പിയുടെ വ്യാമോഹമാണെന്ന് പിണറായി വിജയൻ കാസർഗോഡ് അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷം ദുർബലമായിക്കൂടാ, മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുർബലമായിക്കൂടാ എന്ന ചിന്തയോടെ LDFനെ സഹായിക്കാനും പിന്താങ്ങാനും തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിൽ എത്തുന്നതായി ഞങ്ങൾ കാണുന്നു. വെള്ളാപ്പള്ളിയെ കണ്ടാൽ കൊള്ളപ്പലിശക്കാരനായ ഷൈലോക്ക് പോലും തൊഴുതുപോകുമെന്ന് VS പറഞ്ഞു. ഷൈലോക്ക് പോലും നമസ്കരിക്കാനിടയാകത്തക്ക കൊണ്ടിരിക്കുന്നത് സ്വന്തം സമുദായത്തിലെ സഹോദരിമാരിൽ നിന്നും അമ്മമാരിൽ നിന്നും. SNDPയെ വർഗീയതയുടെ തൊഴുത്തിൽ കെട്ടാനുള്ള ശ്രമം പരാജയപ്പെടുമെന്ന് S രാമചന്ദ്രൻ പിള്ള അഭിപ്രായപ്പെട്ടു. SNDPയിലെ അവസരവാദ നേതൃത്വം പരാജയപ്പെടും, ദുർബലപ്പെടുത്തും. RSS BJP ദുർബലപ്പെടും. മൂന്നാം മുന്നണി തുടക്കത്തിൽ തന്നെ പരാജയമാണെന്ന് VM സുധീരൻ പറഞ്ഞു. SNDP BJP സഖ്യം വിജയിക്കില്ലെന്ന് രമേശ് ചെന്നിത്തലയും അഭിപ്രായപ്പെട്ടു. കേരളീയ സമൂഹത്തിന്റെ മതനിരപേക്ഷതയെ ഇൻടാക്റ്റായി നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആണ് ജനങ്ങളോട് ഇത് തുറന്നു പറയുന്നത്. ഇതേ അഭിപ്രായം തന്നെ KPA മജീദും മാധ്യമങ്ങളുമായി പങ്കുവച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. ബി.ജെ.പിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ശിവസേന രംഗത്ത്. ബി.ജെ.പിയെ നിലനിർത്തുന്നത് മോദി ഓക്സിജനെന്ന് ശിവസേന കുറ്റപ്പെടുത്തി. ജനപ്രീതി തീരുന്നതോടെ ഇത് അവസാനിക്കുമെന്നും ശിവസേന വ്യക്തമാക്കി. നിലപാട് മാറ്റി VM സുധീരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ആര് നയിക്കുമെന്ന തീരുമാനം ഇതുവരെ ആയിട്ടില്ലെന്ന് സുധീരൻ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞത് ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഒരു ചോദ്യത്തിന് വ്യക്തമായി അതിൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞതല്ലാതെ ഇപ്പോൾ അതൊരു തുടർ ചർച്ചയായിട്ട് കൊണ്ടുപോകേണ്ട ഒരാവശ്യം ഇപ്പോൾ ഇല്ല, അതിന് പ്രസക്തിയില്ല. തന്നെയുമല്ല, ഇപ്പോൾ പൂർണ്ണമായ കേന്ദ്രീകരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വൻ വിജയം നേടിയെടുക്കാൻ ഉള്ള പ്രവർത്തനം അത് മാത്രം. മുസ്ലിം ലീഗിന് മുന്നണി മാറേണ്ട സാഹചര്യമില്ലെന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും പുതിയ പാർട്ടി SNDPയുടെ പരാജയമാണ് കാണിക്കുന്നതെന്നും ശിഹാബ് തങ്ങൾ കോഴിക്കോട് പറഞ്ഞു. ലീഗിൻ്റെ ഇടയിൽ അങ്ങനത്തെ യാതൊരു ചർച്ച ഉണ്ടായിട്ടില്ല. ഇപ്പോൾ യാതൊരു സാഹചര്യമില്ല.
അത് അവരുടെ തന്നെ പരാജയമാണ് വിളിച്ചു വന്നത്. അതെ. കൊച്ചി കോർപ്പറേഷനിലെ സുപ്രധാനമായ ഫയലുകൾ ആക്രിക്കടയിൽ തൂക്കിവിറ്റു. 15,000 രൂപയ്ക്കാണ് കോർപ്പറേഷന്റെ പല സുപ്രധാനമായ ഫയലുകളും ആക്രിക്കടയിൽ വിറ്റത്. എന്നാൽ കോർപ്പറേഷൻ വളപ്പിൽ സൂക്ഷിച്ച ഫയലുകൾ മോഷണം പോയതാണെന്ന് കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കൊച്ചിൻ കോർപ്പറേഷനിലെ ഫയലുകളും മറ്റും 2 ആക്രിക്കടകളിലായി ചാക്കിൽ കെട്ടി തൂക്കിവിറ്റത്. 70-ലധികം ചാക്കുകൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ആക്രിക്കടയിലും 30-ലധികം ചാക്കുകളിലായി കെട്ടിവെച്ച ഫയലുകൾ PT ഉഷ റോഡിലെ ആക്രിക്കടയിലുമാണ് വിൽപ്പന നടത്തിയത്. കോർപ്പറേഷന്റെ വാഹനത്തിൽ കൊണ്ടുവന്ന് 15,000 രൂപയ്ക്കാണ് കോർപ്പറേഷനിലെ സുപ്രധാന രേഖകൾ പലതുമടങ്ങിയ ചാക്കുകെട്ട് ആക്രിക്കടയിൽ വിറ്റതെന്നാണ് കടയുടമ പറയുന്നതും. എന്നാൽ കോർപ്പറേഷൻ ഓഫീസ് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ഒഴികെയുള്ള പേപ്പറുകളും മറ്റും കോർപ്പറേഷന്റെ പടിയാത്ത് ബിൽഡിംഗിലേക്ക് മാറ്റിയിരുന്നെന്നും അവിടുന്ന് മോഷണം പോയതാണെന്നുമാണ് നഗരസഭാ സെക്രട്ടറിയുടെ വിശദീകരണം. നഗരസഭയുടെ ഓഫീസ് ഒരു ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ പഴയ വേസ്റ്റുകളൊക്കെ നമ്മളൊന്ന് ആവശ്യമുള്ളത് വല്ലതും ഉണ്ടോയെന്ന് സോർട്ട് ചെയ്യാൻ ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് തന്നെ നമ്മൾ ബന്ധവസാക്കി തന്നെ മാറ്റിയതാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഓഫീസിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് സോർട്ട് ചെയ്ത് ആവശ്യമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളത് പഴയ ഫയൽസ് എല്ലാം മാറ്റിയത്. അപ്പോൾ അതിങ്ങനെ വെളിയിൽ പോയി എന്ന് അറിയുന്നത് നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുകയാണ്. ആക്രിക്കടയിൽ വിറ്റ ഫയലുകളോടൊപ്പം പല സുപ്രധാനമായ റെസീറ്റ് ബുക്കുകളും ഉണ്ടായിരുന്നു. 20 വർഷത്തേക്ക് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഫയലുകളൊന്നും നശിപ്പിക്കരുതെന്നാണ് നിയമം. എന്നാൽ 2 വർഷം മുമ്പ് വരെയുള്ള ഫയലുകൾ വരെ വിറ്റ ചാക്കുകളിൽ ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട് DCC പ്രസിഡന്റിനെ വെല്ലുവിളിച്ച കോൺഗ്രസ് വിമതൻ രംഗത്ത്. ജോസ് കണ്ടംതുരുത്തിയാണ് DCCയെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയത്. മുള്ളൻകൊല്ലി ഡിവിഷനിൽ നിന്ന് വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് വിമതനാണ് ജോസ് കണ്ടംതുരുത്തി. വളരെ ശക്തമായ ഭാഷയിലാണ് ജോസിന്റെ വിമർശനം. എനിക്കെതിരെ നടപടിയെടുക്കാൻ DCC പ്രസിഡന്റിന് പേടിയാണ്. കാരണം DCC പ്രസിഡന്റാണ് ആദ്യമായി ഈ ജില്ലയിൽ നടപടി നേരിട്ട ഒരു നേതാവ് എന്ന് പറയുന്നത്. വയനാട് ജില്ലയിൽ 19ഓളം വിമതരെ കോൺഗ്രസ് പുറത്താക്കിയിട്ടും ജോസ് കണ്ടംതുരുത്തിയെ DCC പുറത്താക്കിയിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, വയനാട്. പ്രധാന നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കുടുംബയോഗങ്ങളിലാണ് പ്രചാരണത്തിന്റെ 2ാം ഘട്ടത്തിൽ ഇടതു കേന്ദ്രങ്ങളുടെ ശ്രദ്ധ. വർഗീയത ഉയർത്തുന്ന വെല്ലുവിളിയും വിലക്കയറ്റവുമൊക്കെയാണ് കുടുംബയോഗങ്ങളിലെ പ്രധാന വിഷയം. അരൂർ എഴുപുന്നയിൽ കൊരമ്പത്ത് കോളനിയിൽ MA ബേബി പങ്കെടുക്കുന്ന ആദ്യ കുടുംബയോഗം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടേറെ പേരുണ്ട്. ഒപ്പം പ്രദേശത്തെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള ഇടതു സ്ഥാനാർത്ഥികളും. വിലക്കയറ്റം തടയുന്നതിൽ UDF സർക്കാരിന് സംഭവിച്ച വീഴ്ചയെക്കുറിച്ചാണ് ബേബിയുടെ പ്രസംഗം. തങ്ങളിത് നേരിട്ട് അനുഭവിക്കുന്നതല്ലേ എന്ന മട്ടിൽ തലയാട്ടി വീട്ടമ്മമാർ. വർഗീയതയും ഫാസിസവും വെള്ളാപ്പള്ളിയും സംഘപരിവാറുമൊക്കെ വിശദമായി പ്രതിപാദിച്ചാണ് പ്രസംഗം. BJPയുടെ RSSന്റെ ഈ തീവ്ര വർഗീയ സമീപനത്തെ മതേതര സമീപനം കൊണ്ട് തുറന്നു കാണിച്ച് പരാജയപ്പെടുത്തുന്നതിന് പകരം ഒരു സൗമ്യ വർഗീയത അത് കോൺഗ്രസ് പിന്തുടരും. ഒരു ദിവസം തന്നെ നേതാക്കൾ 4-5 കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കും. പരമാവധി വോട്ടർമാരെ ഓരോ കുടുംബയോഗങ്ങളിലും എത്തിക്കാനാണ് പ്രാദേശിക പ്രവർത്തകരുടെ ശ്രമം. ആലപ്പുഴയിൽ നിന്നും സാലി മുഹമ്മദ്. വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളിൽ വനിതാ പൈലറ്റുമാരെ നിയമിക്കാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ അംഗീകാരം. നിലവിൽ ഇതുവരെ യാത്രാചരക്ക് വിമാനങ്ങൾ നിയന്ത്രിക്കാൻ മാത്രമാണ് വനിതകൾക്ക് വ്യോമസേനയിൽ അവസരമുണ്ടായിരുന്നത്. വ്യോമസേനയിലെ നിലവിലെ ബാച്ചിൽ നിന്നും ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റിനെ തെരഞ്ഞെടുക്കും. ചരിത്രപരമായ തീരുമാനത്തിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ അംഗീകാരം. വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളിൽ വനിതാ പൈലറ്റുമാരെ നിയമിക്കാനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. എയർഫോഴ്സ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കുന്ന നിലവിലെ ബാച്ചിൽ നിന്ന് ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റിനെ തെരഞ്ഞെടുക്കും. 2016 ജൂണിൽ പോർ വിമാനത്തിൽ വനിതാ ഫൈറ്റർ പൈലറ്റിനെ കമ്മീഷൻ ചെയ്യുമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പരിശീലന ശേഷം 2017 പോർ വിമാനത്തിന്റെ കോക്പിറ്റിൽ വനിതാ പൈലറ്റിനെ പ്രവേശിപ്പിക്കാനാകും. 94 വനിതാ പൈലറ്റുമാരുള്ള സേനയിൽ നിലവിൽ യാത്രാ ചരക്ക് വിമാനങ്ങൾ നിയന്ത്രിക്കാൻ മാത്രമാണ് ഇവർക്ക് അവസരം നൽകിയിരുന്നത്. ഇതിൽ മാറ്റം വരുത്തുമെന്ന് എയർഫോഴ്സിന്റെ 83ാം ദിനാഘോഷത്തിൽ എയർ ചീഫ് മാർഷൽ അരൂപ് രാഹ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹരിദ്വാറിൽ കുഴഞ്ഞു വീണ പ്രമുഖ ചലച്ചിത്ര നടൻ TP മാധവന്റെ ചികിത്സ പുരോഗമിക്കുന്നു. തീർത്ഥാടനത്തിനായി ഹരിദ്വാറിലെത്തിയ മാധവനെ ഇന്നലെയാണ് കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. ഹരിദ്വാറിലെ സന്യാസിമാർ മാത്രമാണ് സഹായത്തിനായി ആശുപത്രിയിലുള്ളത്. സിനിമാ മേഖലയിലെ ആരും ഇതുവരെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ലെന്നും ഹരിദ്വാറിലെ പൂജാരി വിഷ്ണു നമ്പൂതിരി പീപ്പിൾ TVയോട് പറഞ്ഞു.
ഹരിദ്വാറിലെ ക്ഷേത്രങ്ങളും ആശ്രമവും സന്ദർശിക്കാനെത്തിയ ടി.പി. മാധവൻ ഇന്നലെയാണ് തളർന്നു വീണത്. തുടർന്ന് ഹരിദ്വാറിലെ സന്യാസിമാർ ചേർന്ന് അദ്ദേഹത്തെ സമീപത്തെ ആശുപത്രിയിലെത്തിച്ചു. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പക്ഷാഘാതം ഏറ്റിട്ടുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി ആശ്രമത്തിലെ സന്യാസി വിഷ്ണു നമ്പൂതിരി പറഞ്ഞു. സിനിമാ നടൻ നമ്മുടെ ടി.പി. മാധവൻ സാറ് ഇവിടെ ഹരിദ്വാറിൽ ഹോസ്പിറ്റലിലാണല്ലേ? ഏത് ഹോസ്പിറ്റലിലാണ് സ്വാമി? ഒന്ന് ഹോസ്പിറ്റൽ ഹരിദ്വാർ. ഇന്നലെ ഉച്ചക്ക് വന്നിങ്ങനെ വീണു, തളർന്ന് കിടക്കുമായിരുന്നു വീണിട്ട്. അതിന്റെ ഞാൻ ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഇപ്പം മെച്ചപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ വല്ലാണ്ട് വിഷമമായിരുന്നു. ഇന്നിപ്പോ കുറച്ച് കുഴപ്പമില്ല. എന്തെങ്കിലും ഓരോ ബ്രദറും സിസ്റ്ററിനും ഫോൺ ചെയ്തു, ഇപ്പൊ ആരും എത്തിയില്ല. രണ്ട് സൈഡ് തളർന്നിരിക്കുക, കൈയും കാലൊക്കെ പൊക്കാനൊക്കെ വിഷമം. ഇങ്ങനെ ആവുന്നില്ല. ഹരിദ്വാർ സിറ്റി ആശുപത്രിയിലെ ICUവിലാണ് മാധവൻ ഇപ്പോൾ ഉള്ളത്. സംഭവം പറഞ്ഞ് ചലച്ചിത്ര നടൻ സുരേഷ് ഗോപി മാത്രമാണ് ഫോൺ വഴി സന്യാസിമാരെ ബന്ധപ്പെട്ടത്. അമ്മയുടെ പ്രതിനിധികളെ ആരെങ്കിലും അയക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചതായി സന്യാസിമാർ പറഞ്ഞു. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയിൽ ഭാരവാഹിയായ മാധവൻ നിരവധി സിനിമകളിൽ ശ്രദ്ധേയ വേഷം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹരിദ്വാറിലെ ആശുപത്രിയിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാത്ത ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നടൻ. ന്യൂസ് ബ്യൂറോ, ദില്ലി.